അപ്പോൾ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞതുപോലെ നീറ്റ് ആൻഡ് സേഫ്. ഞാനും മോളും ഇവിടുന്ന് മാറണം. എന്തിന്? എടാ, ഞാൻ ഒരു കാര്യമേറ്റാൽ അത് കറക്റ്റായി ചെയ്തിരിക്കും. അതുകൊണ്ടല്ലേ മെത്രാൻ തന്നെ ഏൽപ്പിച്ചത്. യു ക്യാൻ ഗോ ആൻഡ് ഹാവ് യുവർ ഡ്രിങ്ക്സ് ആൻഡ് ഹാവ് എ നൈസ് സ്ലീപ്പ്. ഓക്കെ? ഓക്കെ. ആ ഏയ്, എന്താ എന്തുറക്കാണത്? എന്തു പറ്റി? വാ, നിന്റെ ഉറക്കമൊക്കെ ശരിയാക്കി തരാം. വാ. അതെ, എൻ്റെ ടിക്കറ്റ് കൺഫേം ആയി. നെക്സ്റ്റ് വീക്ക് ഐ ആം ഗോയിങ് ടു US. അപ്പോൾ ഇനി എന്ന് വരും? നെക്സ്റ്റ് ഇയർ. ഇടയ്ക്ക് ഭാര്യ അടുത്ത് പോയി നിൽക്കണ്ടേ? അതെ, രവി വിളിച്ചിരുന്നു. നിന്നെ കുറേ വിളിച്ചു നോക്കി. പതിവ് പോലെ നിന്റെ ഫോൺ സ്വിച്ച് ഓഫ്. നിന്നെ നേരിട്ട് കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കുഴപ്പമില്ല. ആ പിന്നെ ഡോക്ടറെ, ഞാനിന്ന് രാത്രി എറണാകുളത്ത് പോകും. ഓ, നീ പറഞ്ഞ മറ്റേ കേസ്. അപ്പം മോളോ? അവൾക്കതൊരു ശീലമായി. പിന്നെ അവിടെ അയൽക്കാരൊക്കെ ഉണ്ടല്ലോ. ഇന്ന് അവൾക്ക് കോളേജിൽ എന്തോ പരിപാടിയുണ്ട്. ഓ, എടാ, എനിക്ക് കുറച്ച് പർച്ചേസ് ഉണ്ട്. നീ ആൻ്റണി ഒന്ന് പറഞ്ഞേക്കോ? അവനിപ്പോൾ നല്ല ഫിറ്റായിരിക്കും. അതൊരു പുതുമയില്ലല്ലോ. നീ എന്തായാലും അവനത് പറഞ്ഞു വിട്. ആ പിന്നെ, അവരത്ര നിസ്സാരക്കാരല്ല. നീ സൂക്ഷിക്കണം. അപ്പോൾ കാണാം. ഓക്കെ, ഗുഡ് നൈറ്റ്. യെസ്, ഡോക്ടർ ഭാനുമതി സ്പീക്കിംഗ്. കഴിഞ്ഞില്ലേ മോളെ നിന്റെ പ്രോഗ്രാം? ലാസ്റ്റ് പ്രോഗ്രാം ഞങ്ങളുടെ നാടകം ഇപ്പൊ കഴിയും. ഇരുട്ടുന്നതിന് മുമ്പ് വേഗം വീട്ടിലെത്താൻ നോക്ക്. ഞാനേ ബസ് സ്റ്റാൻഡിലാണ്. പിന്നെ ഞാൻ ആ വടക്കേതിലെ ചേച്ചിയോടെ വന്ന് കിടക്കാൻ പറഞ്ഞിട്ടുണ്ട്. നീ അധികം ലേറ്റ് ആവണ്ട, വേഗം വീട്ടിലെത്താൻ നോക്കട്ടാ. അപ്പൻ ആരെയും പറഞ്ഞ് പേടിപ്പിക്കുന്നത്? ഞാനേ മെത്രാൻജോയുടെ മകളാ. ശരി ശരി മോളെ. പിന്നെ എന്റെ ഫോണിനാണെങ്കിൽ ബാറ്ററി കുറവാണ്. ശരി, അപ്പൊ ഞാൻ അവിടെ എത്തിയിട്ട് വിളിക്കാം. ആ, എന്റെ ബസ് എടുക്കാൻ പോണേ മോളെ. ആ, അപ്പൊ ഞാൻ അവിടെ എത്തിയിട്ട് വിളിക്കാം മോളെ. എന്താ ഈ നേരത്ത്? ഒന്നുമില്ല ജോയി, ഇവിടെ ഒരു വെട്ടം കണ്ടുകൊണ്ട് കയറിയതാ. ജോയി എപ്പോഴാ വന്നേ? ഒന്നുമില്ല മോളെ, നമ്മുടെ വടക്കതിലെ ജോർജ് ചേട്ടനാ. മോള് പഠിച്ചോ? മോൾക്ക് നാളെ പരീക്ഷ, അവള് പഠിക്കുക. എന്നാ ശരി ജോയി, ഞങ്ങൾ ഇറങ്ങുക. ആ, സ്റ്റെപ്പ് സൂക്ഷിച്ചിറങ്ങ. നമ്മൾ ചെന്നിട്ട് പുള്ളിക്ക് അത്ര പിടിച്ചില്ല എന്ന് തോന്നുന്നു. അതെ.
പോവാം മോളെ. മഴ പറഞ്ഞ ലക്ഷണമുണ്ട്. വാ. ഹലോ. അനു, 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 മോളെ. നിന്റെ മകൾ അനുവിനൊന്നും സംഭവിക്കില്ല. എനിക്ക് നിന്നെ കൊണ്ടൊരു കാര്യം സാധിക്കാനുണ്ട്. വണ്ടി എടുക്കാൻ എന്താ നിനക്ക് വേണ്ടത്? എന്റെ മകളവിടെ. ഇതുപോലൊരു രാത്രിയില്ല എനിക്ക് എൻ്റെ മകളെ നഷ്ടമായത്. അവളെ അവർ ജോയിക്കറിയില്ല ഞാൻ എൻ്റെ മോളെ എങ്ങനെ വളർത്തിയതെന്ന്. എൻ്റെ മകൾ അമ്മയില്ലാതെ വളർന്നവളെ ഞാൻ ആ വിഷമം അറിയിച്ചിട്ടില്ല. എനിക്കവരെ കൊല്ലണം ജോയി. അതുകൊണ്ടാണ് ഞാൻ നിന്നെ തേടി വന്നത്. അവനിപ്പോ എവിടെയുണ്ട്? ഇറങ്ങ, വാ. തുറക്കാൻ എനിക്കറിയാം ഇവൻ നിന്റെ പങ്കാളിയാണ്. അതാണ് ഞാൻ നിന്റെ അരികിൽ തന്നെ എത്തിയത്. ഇവന്റെ മരണവും നിന്റെ കൈകൊണ്ട് തന്നെ ആവണം. അതാണ് എന്റെ പ്ലാൻ.
അന്ന് മഴയിൽ അലിഞ്ഞു ചേർന്ന എന്റെ മകളുടെ നിലവിളിക്ക് ഇന്നെനിക്ക് ഉത്തരം കിട്ടണം. ആന്റണി, ഇയാൾ പറയുന്നത് ശരിയാണോ? ആന്റണി, കഴിഞ്ഞ 10-15 വർഷമായിട്ട് ഒരു അനിയനെ പോലെ നീ എൻ്റെ കൂടെ നടന്നവനാ. ശരിയാണ്, ഞാൻ അത്രയ്ക്ക് നല്ലവനൊന്നുമല്ല. പക്ഷെ എന്തെങ്കിലും ഒരു പെണ്ണിന്റെ മേലെ കൈവെക്കുന്നത് നീ കണ്ടിട്ടുണ്ടോ? പറ്റിപ്പോയല്ലേ, പറ്റിപ്പോയല്ലേ. നീ ഇനി വേണ്ട ആന്റണി, നീ ഇനി വേണ്ട. ഇതൊരു പാവം പെണ്ണിന് വേണ്ടിയുള്ള കൊട്ടേഷനാണ്. ചങ്ക് പിടഞ്ഞു നിൽക്കുന്ന അവളുടെ അച്ഛന് വേണ്ടിയുള്ള കൊട്ടേഷൻ. വാ. No!